നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കളിക്കാൻ പറ്റില്ല, വിലക്കാണ്. എന്നിട്ടും ജിയാൻലുക്ക പ്രസ്റ്റിയാനിയെയും കൊണ്ട് ബെൻഫിക്ക മാഡ്രിഡിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ചിലതൊക്കെ നടക്കും. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ നോക്കൗട്ട് പ്ലേ ഓഫ് രണ്ടാം പാദ മത്സരം നാളെ സാന്റിയാഗോ ബെർണാബ്യൂവിൽ റയൽ മാഡ്രിഡും ബെൻഫിക്കയും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. ആദ്യ പാദത്തിലെ ലിസ്ബണിൽ റയൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് വിജയിച്ചതാണ്. അന്നത്തെ കളിയിലാണ് അർജന്റീനക്കാരൻ 20-കാരൻ താരം ജിയാൻലുക്ക പ്രസ്റ്റിയാനി വായ മൂടിപ്പൊത്തിക്കൊണ്ട് വിനി ജൂനിയർക്കെതിരെ വംശീയ അധിക്ഷേപം അഴിച്ചുവിട്ടത്. അതാണ് വിനിയും റയൽ മാഡ്രിഡും ഒക്കെ ഉന്നയിക്കുന്ന ആരോപണം. അതുമായി ബന്ധപ്പെട്ടാണിപ്പോൾ യുവേഫ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നതും പ്രൊവിഷണലി പ്രസ്റ്റിയാനിയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. എന്നിട്ടും പ്രസ്റ്റിയാനിയെയും കൊണ്ട് ബെൻഫിക്ക ട്രാവൽ ചെയ്തിരിക്കുന്നു. എന്തായാലും ഈ വിഷയത്തിൽ അന്ന് മൊറീഞ്ഞോ പറഞ്ഞല്ലോ, ഞാൻ ആരുടെയും പക്ഷം പിടിക്കുന്നില്ല, പക്ഷേ വിനി ജൂനിയറുടെ സെലിബ്രേഷൻ അത് പ്രശ്നമാണ് എന്ന്. അതിനെക്കുറിച്ചിപ്പോൾ തിബോട്ട് കോർട്ടുവ ഇന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ആഞ്ഞടിച്ചിരിക്കുന്നു. മൊറീഞ്ഞോ ഈസ് മൊറീഞ്ഞോ, സമ്മതിക്കുന്നു. പക്ഷെ ഒരു കോച്ച് എന്ന നിലയിൽ അദ്ദേഹം എല്ലായ്പ്പോഴും അദ്ദേഹത്തിൻ്റെ ക്ലബിനെയും അദ്ദേഹത്തിൻ്റെ പ്ലെയറെയും ഡിഫെൻഡ് ചെയ്യും. ശരി, എന്നാൽ ഒരു കാര്യം എന്നെ നിരാശനാക്കിയിട്ടുണ്ട്. മൊറീഞ്ഞോ വിനി ജൂനിയറുടെ സെലിബ്രേഷൻ ഒരു എക്സ്ക്യൂസായിട്ട്, ഈ റേസിസത്തെ ന്യായീകരിക്കാനുള്ള ഒരു എക്സ്ക്യൂസായിട്ട് ഉപയോഗിച്ചു. ഒരിക്കലും നിങ്ങൾക്ക് ഒരു സെലിബ്രേഷൻ വെച്ച് റേസിസത്തെ ന്യായീകരിക്കാൻ പറ്റില്ല. ആ കാര്യത്തിൽ അയാൾ എന്നെ നിരാശപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ ബെൻഫിക്ക പറയുന്നുണ്ടല്ലോ, അവർ ഒരിക്കലും റേസിസത്തെ സപ്പോർട്ട് ചെയ്യില്ല എന്നൊക്കെ. ഞാൻ കണ്ടു ബെൻഫിക്ക ആരാധകർ നടത്തിയിട്ടുള്ള ആ വളരെ മോശമായിട്ടുള്ള ജസ്റ്റർ സ്റ്റേഡിയത്തിൽ. അത് റിയലി പത്തറ്റിക്കായിരുന്നു. എനിക്കറിയില്ല ബെൻഫിക്ക എന്തെങ്കിലും പണിഷ്മെൻ്റ് കൊടുത്തോ എന്ന്, പക്ഷെ അത് റിയലി പത്തറ്റിക്കായിരുന്നു. വിനി ജൂനിയർ അന്നത്തെ കളിയിൽ അദ്ദേഹം കളി നിർത്തി പോകാൻ തീരുമാനിച്ച് ഞങ്ങൾ പോകുമായിരുന്നു. പക്ഷെ അദ്ദേഹമാണ് കളി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അദ്ദേഹം വാക്കൗട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാൽ ഞങ്ങളെല്ലാവരും വാക്കൗട്ട് ചെയ്യുമായിരുന്നു. പിന്നെ യുവേഫയുടെ അധികൃതർ മാച്ച് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ എന്ന് ഞങ്ങൾ അങ്ങ് വെക്കുമായിരുന്നു. പക്ഷെ വിനിയാണെന്ന് നമുക്ക് കളി തുടരാം എന്ന തീരുമാനമെടുത്തത്. ഞാൻ വിനിയെ 100% വിശ്വസിക്കുന്നു. കാരണം ഒരിക്കലും ഇതിനു മുമ്പ് ഒരു താരത്തെക്കുറിച്ചും ഒരു എതിരാളിയെക്കുറിച്ചും അദ്ദേഹം ഫോൾസായിട്ട് റേസിസം അക്യൂസ് ചെയ്തിട്ടില്ല. 100% വിനി പറയുന്നു പ്രസ്റ്റിയാനി അത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേട്ടതാണ് എന്ന് പലതവണ അദ്ദേഹം പറഞ്ഞു. സോ ഞങ്ങളൊക്കെ വിനിയെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് തന്നെ കോർട്ടുവ ഉറപ്പിച്ചു പറയുന്നു. ഏതായാലും ഈ പറയുന്ന ഹോസെ മൊറീഞ്ഞോ മുൻ റയൽ മാഡ്രിഡ് കോച്ചൊക്കെ തന്നെയാണ്. പക്ഷെ നാളെ അയാൾക്ക് ഡഗ്ഔട്ടിലിരിക്കാൻ പറ്റില്ല. ഓൾറെഡി റെഡ് കാർഡൊക്കെ വാങ്ങി ഇരിപ്പാണ്. ഇന്നിപ്പോൾ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അയാൾ സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.